എത്ര വീഡിയോ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള റീച്ചും ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നില്ല. എനിക്ക് 100K ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ എന്റെ റീൽസ് ഒന്നും വൈറൽ ആകുന്നില്ല. ബ്രോ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ആക്റ്റീവ് ആയുള്ള ഫോളോവേഴ്സിനെ കിട്ടും? ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വാട്സ്ആപ്പ് കേസ് ബോക്സ്മേറ്റ് നാസമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം പോസ്റ്റ് റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്തു, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു തരത്തിലും റീച്ച് ഇല്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് നല്ല റീച്ച് കിട്ടാൻ പോകുന്ന 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന് നല്ല രീതിയിലുള്ള ഒരു റീച്ച് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ റീച്ച് ആകാൻ വേണ്ടിയുള്ള 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ മെസ്സേജ് അയക്കുന്ന എല്ലാ ആളുകൾക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും അതേപോലെ തന്നെ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ കൂടിയും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അവരുടെ സംശയം ഉറപ്പായിട്ട് തീർത്തു കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സംശയം ചോദിക്കാൻ വരുന്നതിൽ ഒരു 90% ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുകയോ സോഷ്യൽ മീഡിയാസിൽ എവിടെയെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുകയോ ചെയ്യാതെയാണ് വരുന്നത്. സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടുന്ന ആളുകളാണ്. സംശയം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ സംശയം ചോദിക്കാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകൾക്ക് മുന്നോട്ട് വളർന്നു വരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഇതൊക്കെ മാത്രമാണ് വളരെ വിനീതമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ഇൻസ്റ്റാഗ്രാമിലെ റീച്ച് കൂടി വരുവാൻ വേണ്ടി ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ പേരൊന്നും കേട്ടിട്ട് വലിയൊരു കാര്യമാണെന്ന് ഓർക്കണ്ട. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റീൽസ് പോസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഗ്യാപ്പ്, നിശ്ചിത സമയം. ഇന്ന് ഒരു ദിവസം ഒരു വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഒരു 30-60 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ വീഡിയോ ഇടുക. രാവിലെയാണ് നിങ്ങൾ വീഡിയോ ഇടുന്നതെങ്കിൽ ആ ഒരു രാവിലെ തന്നെ ഇടുക, അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഇടുക. ഒരു ദിവസം 2-3 റീൽ ഇടുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. വലിച്ചു വാരി എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും റീൽസോ പോസ്റ്റൊന്നും ഇൻസ്റ്റാഗ്രാം ഇടരുത്. കറക്റ്റ് ആയിട്ട് കൃത്യസമയത്ത് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ വീഡിയോസ് ഗ്യാപ്പ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇടുന്ന റീൽസിന് ഒരു ടൈം വെക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി ഇരിക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റ്, റീൽസ്, സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. ഇതിലെ ടോട്ടൽ ഫോളോവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡേയ്സ് അതേപോലെ ഹവേഴ്സ് എന്ന് പറഞ്ഞത് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിലെ ആ ഒരു ഹവേഴ്സ് എന്നുള്ള അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഒരു ഗ്രാഫ് നോക്കി കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഏത് സമയത്താണ് ഉള്ളതെന്ന്. ഏകദേശം 6 മണിയാണ് എനിക്കിത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 6 മണി അല്ലെങ്കിൽ ഒരു 5:30-6 മണി ആ ഒരു ടൈമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും. പല ആളുകളുടെയും ടൈം ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോളോവേഴ്സ് എപ്പോഴാണോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയം നോക്കി നിങ്ങൾ റീൽസ് ആണെങ്കിലും സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം നിങ്ങൾ ആ ഒരു സമയത്തിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാഷ്ടാഗ് ആണ്. ഹാഷ്ടാഗുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. വാരി വലിച്ച് ചപ്പ് ചവറായിട്ടുള്ള ഹാഷ്ടാഗുകൾ ഇടാതെ ഒരു 5 അല്ലെങ്കിൽ 7 ഹാഷ്ടാഗിൽ ഒരു വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ട്രെൻഡിങ് ഓഡിയോസ് നിങ്ങൾ ഉപയോഗിക്കുക. ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റ് ആകുകയും ഇൻസ്റ്റാഗ്രാം റീച്ച് ആകുകയും ചെയ്യും. ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് എവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? നിങ്ങൾ റീൽസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഈ ഒരു ആരോ മാർക്ക് ഈ ഒരു റീൽസിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോയിൽ ഉണ്ടെങ്കിൽ അത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലാണ് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോ ആണ്. ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിങ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തന്നെ നമ്മുടെ ആ ഒരു പോസ്റ്റിനെ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്യും, നല്ലൊരു റീച്ചിലേക്ക് എത്താൻ സാധിക്കും. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
കണ്ടന്റ് അതേപോലെ തന്നെ ഡ്യൂറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ടന്റ് അനുസരിച്ചാണ് കൂടുതൽ റീച്ച് ആകുന്നത്. നമ്മുടെ ഫോളോവേഴ്സ് നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ മേക്കപ്പിന്റെ ഒക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, മേക്കപ്പ് തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഇടുക, അതിനോട് കൂടിയുള്ള ഹാഷ്ടാഗ് ഇടുക. ഇനി നിങ്ങൾ സിംഗർ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓൺ വോയിസിലുള്ള പാട്ടുകളും അതേപോലുള്ള കാര്യങ്ങൾ ഇടുക. ഡാൻസ് ആണ് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡാൻസ് പരമായിട്ടുള്ള വീഡിയോസ് ഇടുക, അതിന്റെ ഹാഷ്ടാഗ് അപ്ലോഡ് ചെയ്യുക. ആ ഒരു കണ്ടന്റ് എപ്പോഴും നിങ്ങൾ നിലനിർത്തി തന്നെ പോവുക. പല മിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടാതെ, നിങ്ങൾ ലിപ്സിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ലിപ്സിംഗ് ഇടുക, ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഇടുക, സോങ് ആണെങ്കിൽ സോങ്, ആ തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് മാത്രം കണ്ടന്റ് സെലക്ട് ചെയ്യുക. ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം നിങ്ങൾ 1 മിനിറ്റിൽ താഴെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ബൂസ്റ്റ് ആകും. കാരണം മറ്റൊന്നുമല്ല, റീൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും സ്ക്രോൾ ചെയ്തു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ താഴെ നിൽക്കുകയാണെങ്കിൽ അതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ കാണും. 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ ഫുൾ അത് വാച്ച് ചെയ്യണമെന്നില്ല. നമ്മളുടെ വീഡിയോ എത്രത്തോളം വാച്ച് ഹവർ കിട്ടുന്നോ അതനുസരിച്ചാണ്, ഇംപ്രഷൻ കിട്ടുന്നോ അതനുസരിച്ചാണ് ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റ് ചെയ്ത് വിടുന്നത്. ഒരാൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, 15 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു 15 സെക്കൻഡും കണ്ടു കഴിയുകയാണെങ്കിൽ, നമ്മുടെ ഫോളോവേഴ്സ് കണ്ടു കഴിയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു റീൽസിനെ അങ്ങ് ബൂസ്റ്റ് ചെയ്യും. പക്ഷേങ്കിൽ 15 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഇട്ടു 5 സെക്കൻഡ് കണ്ടിട്ടുള്ളെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത്തരത്തിൽ നിങ്ങളുടെ റീച്ച് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷനും കണ്ടന്റും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ റീച്ച് കുറവാണെന്നോർത്ത് നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനെ ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ ഫേക്ക് IDs എന്നൊക്കെ വീഡിയോ കാണുകയും ഫോളോവേഴ്സിനെ കൂട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ റീച്ച് പോവുകയും യാതൊരു തരത്തിലും മുന്നോട്ട് നമുക്ക് വൈറലാകാൻ സാധിക്കാതെ വരികയും ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, ക്യാഷ് മുടക്കി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നു. ഈ ഒരു ഫോളോവേഴ്സ് കുറച്ച് നാളത്തേക്ക് കാണും, കുറെ നാൾ കഴിയുമ്പോൾ ഈ ഫോളോവേഴ്സ് അങ്ങ് അൺഫോളോ ആയി പോകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കിട്ടുന്ന ആളുകളുടെ ഫ്രണ്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 5, 10 അല്ലെങ്കിൽ 100ൽ കൂടുതൽ ഒരിക്കലും കാണത്തില്ല. ഇതൊന്നും ആക്റ്റീവ് ഫോളോവേഴ്സ് അല്ല, ബോട്ടുകളായിരിക്കും. ഇത്തരത്തിൽ ബോട്ടുകളെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഉപകാരവുമില്ല. നമ്മളൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക അല്ലെങ്കിൽ റീൽ ഇടുക എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ഫോളോവേഴ്സിലേക്കാണ് ആദ്യം ഇത് ഇൻസ്റ്റാഗ്രാം എത്തിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ ആക്റ്റീവ് അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഫോളോവേഴ്സിന് ക്യാഷ് കൊടുത്ത് വാങ്ങി കഴിയുമ്പോൾ ഈ ഒരു റീലൊക്കെ അവർക്കായിരിക്കും പോകുന്നത്. അവർ ചിലപ്പോൾ ഓട്ടോയിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോ വാച്ചിങ് ആയിരിക്കാം, ജസ്റ്റ് ഒരു ക്ലിക്ക് ആയിരിക്കാം. അപ്പോഴാണ് ഈ ഡ്യൂറേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം വരുന്നത്. 15 സെക്കൻഡ് ഉള്ള വീഡിയോ 5 സെക്കൻഡ് അവർ കാണത്തുള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോസ് വൈറൽ ആകത്തില്ല, അല്ലെങ്കിൽ പല ആളുകളിലേക്ക്, നമ്മുടെ ഫോളോവേഴ്സിലേക്കും മറ്റുള്ള ആളുകളുടെ വോളിലേക്കും പോകത്തില്ല, സ്ക്രോൾ ചെയ്യുമ്പോൾ കാണിക്കത്തില്ല. ഇത്തരത്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ ഫോളോവേഴ്സ് എടുത്തിരിക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഒക്കെ കളിച്ച് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഫോളോവേഴ്സ് എടുത്തിരിക്കുന്ന ആളുകളുടെ റീച്ച് താനെ കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓട്ടോ ഫോളോവേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഇട്ട് വാച്ച് ഹവർ കൂട്ടി ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം കറക്റ്റ് ആയിട്ട് മാച്ച് ആക്കിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീല് വൈറൽ ആക്കുക. ഈ ഒരു 6 കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 അല്ലെങ്കിൽ 60 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ആൻസർ തരും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.